രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരമാണ്. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര പാലക്കാട്, ടീം ബി അമൃത വിദ്യാലയം കോഴിക്കോട്. റെഡിയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. യുദ്ധോദ്യമത്തിനൊരുങ്ങുന്ന രാമൻ ആദ്യം പുറപ്പെട്ട് വഴിയെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ നിയോഗിക്കുന്നത് ആരെയാണ്? എ ഹനുമാനെ, ബി നീലനെ, സി താരനെ, ഡി വിവിധന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി നീലനെ. ബി നീലനെ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ബി നീലനെ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ശ്രീരാമൻ സമുദ്രത്തിന് നേർക്ക് തൊടുത്ത അമ്പ് വഴിതിരിച്ച് എങ്ങോട്ട് അയക്കാനാണ് സമുദ്രദേവൻ ആവശ്യപ്പെട്ടത്? എ ലങ്കയിലെ അസുരന്മാർക്കു നേരെ, ബി പാതാളത്തിലെ സർപ്പങ്ങൾക്കു നേരെ, സി ദ്രുമകുല്യയിലെ ആഭിരാദികൾക്കു നേരെ, ഡി സമുദ്രത്തിലെ ദുഷ്ടജന്തുക്കൾക്കു നേരെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി ദ്രുമകുല്യയിലെ അവിരാദികൾക്കു നേരെ. സി ദ്രുമകുല്യയിലെ ആഭിരാദികൾക്കു നേരെ ആണോ? ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ലോക്ക് ചെയ്തു. നിങ്ങൾ രാമായണം കലക്കി കുടിച്ച് പഠിച്ചു വന്നതാണല്ലേ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. വാനരവീരനായ കുമുദൻ വാണിരുന്ന മാമല ഏതാണ്? എ കിഷ്കിന്ദ, ബി കൃഷ്ണഗിരി, സി സംരോചനം, ഡി സുദർശനം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി സംരോചനം. സി സംരോചനം പറയാൻ എന്തിനാ എത്ര സമയം എടുത്തത്? ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ശ്രീരാമനോട് സന്ധി ചെയ്ത് രാക്ഷസ കുലത്തെ രക്ഷിക്കണമെന്ന് രാവണനെ ഉപദേശിക്കുന്ന രാവണന്റെ മുത്തച്ഛന്റെ പേരെന്താണ്? എ മാല്യവാൻ, ബി സുബാർശൻ, സി സുമാലി, ഡി പുലസ്ത്യൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതിയേ. എ മാല്യവാൻ. എ മാല്യവാൻ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, എ മാല്യവാൻ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്. ദേവാന്തകനും നരാന്തകനും ആരാണ്? എ വിഭീഷണപുത്രന്മാർ, ബി രാവണപുത്രന്മാർ, സി കുംഭകർണപുത്രന്മാർ, ഡി പ്രഹസ്തപുത്രന്മാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി പ്രഹസ്തപുത്രന്മാർ. ലോക്ക് ചെയ്യട്ടെ ഞാന്. ഓക്കേ. ഡി പ്രഹസ്തപുത്രന്മാർ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോ? അല്ല. അപ്പൊ ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം എ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ചോദ്യം ടീം ബിയോട് ചോദിക്കുകയാണ്. ദേവാന്തകനും നരാന്തകനും ആരാണ്? എ വിഭീഷണപുത്രന്മാർ, ബി രാവണപുത്രന്മാർ, സി കുംഭകർണപുത്രന്മാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി രാവണപുത്രന്മാർ. ബി രാവണപുത്രന്മാർ. ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. അവസാന ചോദ്യം. രാവണന്റെ വേൽപ്രഹരമേറ്റ് മൂർച്ഛിച്ചു മരണാസന്നനായ ലക്ഷ്മണനെ രക്ഷിക്കാൻ എവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരണമെന്നാണ് സുഷേണൻ രാമനോട് നിർദ്ദേശിക്കുന്നത്? എ
ഹിമാലയത്തിൽ നിന്ന്, ബി മലയപർവ്വതത്തിൽ നിന്ന്, സി ഔഷധ പർവ്വതത്തിൽ നിന്ന്, ഡി മൈനാക പർവ്വതത്തിൽ നിന്ന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എവിടെ നിന്നാ മോളോ? ബി മലയപർവ്വതം. ബി മലയപർവ്വതം ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ബി പറഞ്ഞ ഉത്തരം തെറ്റാണോ? ബി ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ചോദ്യം ടീം എക്ക് കൈമാറുകയാണ്. രാവണന്റെ വേൽ പ്രഹരമേറ്റ് മൂർച്ഛിച്ചു മരണാസന്നനായ ലക്ഷ്മണനെ രക്ഷിക്കാൻ എവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരണമെന്നാണ് സുഷേണൻ രാമനോട് നിർദ്ദേശിക്കുന്നത്? എ ഹിമാലയത്തിൽ നിന്ന്, സി ഔഷധ പർവ്വതത്തിൽ നിന്ന്, ഡി മൈനാകത്തിൽ നിന്ന്. എവിടെ നിന്നാ? എ ഹിമാലയത്തിൽ നിന്ന്. അവിടെയാണല്ലോ മരുന്നുകളൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പൊ അതാ പറയുകയായിരിക്കും നല്ലത് അല്ലേ? ഞാൻ ലോക്ക് ചെയ്യട്ടെ? ശരി, നമുക്ക് നോക്കാം. എന്തായാലും ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, ഔഷധീയപർവ്വം, ഔഷധങ്ങളുള്ള. ഓക്കെ, ചോദ്യങ്ങളെല്ലാം അവസാനിച്ചു. ഇന്ന് ടീം എ നേടിയിരിക്കുന്നത് 4 മാർക്കാണ്. 2 ദിവസങ്ങളിലായി ടീം എക്ക് 8 മാർക്ക്. ടീം ബി ഇന്ന് നേടിയിരിക്കുന്നത് 5 മാർക്കാണ്. 2 ദിവസങ്ങളിലായി 12 മാർക്ക്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ മിടുക്കന്മാരും മിടുക്കുകളുമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ടീം എ ഭവൻസ് വിദ്യാമന്ദിർ, മഞ്ഞപ്ര, പാലക്കാട്. ടീം ബി അമൃത വിദ്യാലയം, കോഴിക്കോട്. തുടങ്ങല്ലേ? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ജംഭാരിതൻ പുരിക്കൊത്തലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാരതോരണ പൂർണ്ണമനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്ര സന്നിഭഗോപുര ജാലപരീഖ ശതഗ്നി സമന്വിതം പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിः സംഗുലേ രത്നസിംഹാസനെ മന്ത്രിഭിः സംഗുലേ രത്നദണ്ഡാദപത്രൈരുപശോഭിതേ. വിശദീകരിച്ചോളൂ. 5 നാൾ കൊണ്ട് പൂർത്തിയാക്കിയ രാമസേതുവിലൂടെ ഹനുമാന്റെ തോളിലേറി ശ്രീരാമചന്ദ്രനും അംഗദന്റെ തോളിലേറി ലക്ഷ്മണനും വാനര സൈന്യവുമെല്ലാം ലങ്കയുടെ സുവേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്ന് ശ്രീരാമൻ ലങ്കയെ നോക്കിക്കാണുകയാണ് സന്ദർഭം. ഇന്ദ്രപുരിയായ അമരാവതിക്ക് തുല്യമായ ലങ്കാപുരം, സ്വർണമയമായ കൊടിമരങ്ങൾ, പിന്നെ കിടങ്ങുകൾ തുടങ്ങി നിരവധി ആയുധങ്ങൾ ഘടിപ്പിച്ച കോട്ടമതിലുകൾ, പിന്നെ കൈലാസത്തിന് തുല്യമായ ഗോപുരങ്ങൾ, ഇതെല്ലാം കൊണ്ട് വളരെ വിശേഷമായ ഒരു രാജ്യം തന്നെയാണ് ലങ്കാപുരി. അവിടെ രാവണൻ്റെ ആ വിശാലമായ രാജധാനിയിൽ മാളിക മുകളിൽ ഇന്ദ്രതുല്യ പ്രഭാവത്തോടെ രത്നം പതിച്ച പിടികളുള്ള കുടകളാൽ ശോഭിക്കുന്ന രത്നസിംഹാസനത്തിൽ മന്ത്രിമാരാൽ സേവിതനായി ആസനസ്ഥനായിരിക്കുകയാണ് നമ്മുടെ ദശാനനൻ. ആ കാഴ്ചയിൽ തന്നെ ശ്രീരാമന് ദശാനനോട് ഒരു ബഹുമാനവും പിന്നെ ആ ലങ്കാപുരിയുടെ മനോഹാരിതയിൽ അദ്ദേഹം ലയിച്ചുപോയി എന്ന് നമുക്ക് പറയാം. ഇത് ശ്രീരാമൻ്റെ, പുരുഷോത്തമനായ ശ്രീരാമൻ്റെ ഉത്തമ ഗുണങ്ങളിൽ ഒന്നാണ്. ശത്രുവായിട്ട് പോലും രാവണനോട് ഒരു ബഹുമാനം ശ്രീരാമന് ഈ സന്ദർഭത്തിൽ തോന്നുന്നു. അത് ആ വ്യക്തിയുടെ സ്വഭാവ മഹിമയെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാനൊന്ന് ചൊല്ലി കാണിക്കാം അവിടുത്തെ ആ ഒരു വ്യത്യാസം. ജംഭാരേ തൻ പുരിക്കൊത്തലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാരതോരണ പൂർണ്ണ മനോഹരം
പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഖതഗ്നി സമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ. മനസ്സിലായോ? നന്നായിട്ട് ചൊല്ലി. പറഞ്ഞത് ഭംഗിയായിരുന്നു. സോ അത് ചേർത്തൊന്ന് പാടിയാൽ നന്നായിരിക്കും. ഈശ്വജി, മോൻ്റെ വളരെ കണ്ടന്റ് റിച്ച് ആണ്, നല്ല ഫോഴ്സ്ഫുൾ പ്രസൻറ്റേഷൻ, ഷാർപ്പാണ്. അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ. സാറ് നോക്കുന്നത് കുത്തും കോമയും ഡാഷുമാണ്. ഞാൻ നോക്കുന്നത് കണ്ടന്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുമാണ്. അതുകൊണ്ട് നല്ല നല്ല സന്ദേശങ്ങളും നല്ല രീതിയിലും ഹൃദയസ്പർശിയുമായി ഞാൻ ഇട്ട് തന്നെ തരുത്തും. ഈശ്വജി. ഗുഡ് എന്ന് കേൾപ്പിക്കുന്നതിൻ്റെ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഗ്രേറ്റ് എന്ന് കേൾപ്പിക്കാൻ. ആ ഗ്രേറ്റ് എന്ന് കേൾപ്പിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം അതാ റിമൈൻഡറിന് വേണ്ടി 7. ടീം എ നേടിയിരിക്കുന്നത് 22 മാർക്കാണ്. അടുത്ത കാവ്യം ടീം ബിയുടേതാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. നിർഗുണനായി സദാ ചിത്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശ. ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുജനായ ലക്ഷ്മണനോടും സുഗ്രീവനോടും മറ്റു കവിവീരന്മാരോടും വിശാലമായ ഈ ലങ്കാസമുദ്രം എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൂടിയാലോചിച്ചു. വരുണദേവനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് അവരെല്ലാവരും അഭിപ്രായപ്പെട്ടു. ആ അഭിപ്രായത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് കടൽക്കരയിൽ കിഴക്കോട്ട് നോക്കി തൊഴുത് ദർഭ വിരിച്ച ശേഷം നമസ്കരിച്ച് ആസനസ്ഥനായി. 3 ലോകത്തിനും നാഥനായ ഭഗവാൻ ധ്യാനനിരതനായി വർത്തിച്ചെങ്കിലും വരുണദേവൻ കൈനിറയെ രത്നങ്ങളുമായി സർവാഭരണ ഭൂഷിതനായി ശ്രീരാമന് മുമ്പിൽ വരുന്നത് വളരെ കുപിതനായി വരുണനെ അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നേരത്താണ്. വരുണദേവൻ രത്നങ്ങൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു. പ്രകൃതിയുടെ ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. അവയെ ത്രിഗുണങ്ങൾ എന്ന് വിളിക്കുന്നു. വരുണൻ പറയുകയാണ്, അങ്ങ് പ്രകൃതിക്ക് അതീതനായതിനാൽ നിർഗുണനായി അങ്ങ് മായയെ സ്വീകരിച്ചതുകൊണ്ട് സത്, ചിത്ത്, ആനന്ദം എന്നീ ഗുണങ്ങളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനായി കാണപ്പെടുന്നു. അങ്ങ് അവയവങ്ങളില്ലാത്തവനും ആകൃതി അഥവാ രൂപമില്ലാത്തവനെങ്കിലും നിൻ തിരുവടി അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ജീവന്മാർക്ക് മോക്ഷം നൽകുവാൻ വേണ്ടി എടുത്തുള്ള ഈ മനോഹരമായ രൂപത്തെ വിഡ്ഢിയായ ഞാൻ എങ്ങനെ അറിയുവാനാണ്? ദുസ്വഭാവം പ്രകടിപ്പിക്കുന്ന മൃഗങ്ങളെ അനുസരിപ്പിക്കുന്നത് വടികൊണ്ടാണ്. അതേപോലെ ദുഷ്ടന്മാരെ അനുസരിപ്പിക്കുക എന്നത് അങ്ങയുടെ ധർമ്മമാണ്. സാമദാന ഭേദ ദണ്ഡം എന്നീ ചതുരുപായം വഴിക്ക് മാത്രമേ മനുഷ്യൻ നന്മയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കപ്പെടുകയുള്ളൂ എന്ന് വേണം ചുരുക്കത്തിൽ. അഗെയിൻ കണ്ടന്റ് വൈസ് വെരി റിച്ച്, നല്ല എല്ലാം പറഞ്ഞു. മോളുടെയും വളരെ ഭംഗിയായിരുന്നു. ഇത് ഒരു തെറ്റല്ലെങ്കിൽ പോലും ഒരു കാര്യം, ദുഷ്ട പശുവിനാം, അപ്പോൾ നമുക്ക് സംസ്കൃതത്തിലാണ് ഒരു വിസർഗത്തിന് വേണ്ടിയാണ് അവിടെ ഒരു ഇത് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് മലയാളത്തിൽ അത് ആവശ്യമില്ല. ദുഷ്ട പശൂനാം യഥാ ഒന്നുകൂടെ അവിടെ മാത്രം ചൊല്ലിക്കേ, ദുഷ്ട പശൂനാം തൊട്ട് ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം. തഥാന്ന് കേൾക്കണേ, തഥാ. നിർഗുണനായ സദാ ചിദ്ഘനനായൊരു
നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. സന്മാർഗപ്രാപകം ഓർക്കിൽ എന്ന് അവിടെ പിരിച്ചു പറഞ്ഞത് നന്നായിരുന്നു. അത് ചേർത്ത് പറഞ്ഞ വാക്കാണെങ്കിൽ പോലും പിരിച്ചു പറഞ്ഞത് മനസ്സിലായി. ഗോപാലകൃഷ്ണൻ സർ, ഒരു വാക്ക് പോലും വിട്ടുപോകാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റിയറിയോ? ഓവർലോഡായി. അതുകൊണ്ടാണ് അല്പം ഒന്ന് പരിഞ്ഞു പോയതെന്ന് തോന്നുന്നില്ലേ? ആ ഫ്രീ ഫ്ലോയിൽ ജർക്ക് വരാൻ കാരണം കണ്ടൻറ്റിൽ ഒരു ക്വാളിറ്റി പോലും വിട്ടുപോകരുതെന്ന് ധരിച്ചത് കൊണ്ടാണ്. നന്നായിരുന്നു, വളരെ വളരെ നന്നായിരുന്നു. ആ ഫ്രീ ഫ്ലോയിൽ ചെറിയ ജർക്ക് വന്നോ എന്നൊരു തോന്നൽ. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ. 8 മാർക്ക്, 2 പേർക്ക്. ഈശ്വർജി. 7. 2 ദിവസങ്ങളിലായി ഭവൻസ് വിദ്യാമന്ദിർ നേടിയിരിക്കുന്നത് 44 മാർക്കാണ്. 2 ദിവസങ്ങളിലായി അമൃത വിദ്യാലയവും 44 മാർക്കാണ് നേടിയിരിക്കുന്നത്. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കപിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാ. 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നേ തീർത്തോരനന്തരം. സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ.
രാമസേതു നിർമ്മാണത്തില് അണ്ണാൻകുഞ്ഞും തെന്നാലായത് അല്ലേ? നന്നായിരുന്നു. നിങ്ങൾ എന്താണോ ചെയ്തത് അതിൽ പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് പരിചയപ്പെടാൻ. പേര് പറയും. അക്ഷിത. അക്ഷിത. ഏത് ക്ലാസ്സിലാണ് അക്ഷിത? +1. ഓക്കെ. പൂജ പ്രസാദ് 9th. കാവ്യ +1. അമൃതപ്രിയ 9th standard. രാജലക്ഷ്മി 10th standard. ദേവിക 10th standard. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഗോപാലകൃഷ്ണൻ സർ, ഇതെങ്ങനെയാ വിവരിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയാം. നന്നായിടും, അസാധാരണമായി. അതിൽ ഞാൻ ആദ്യം ആ കാവ്യത്തോടൊപ്പം താൻ അഭിനയിച്ച് കാണിച്ചത്, ഇനി അതിൻ്റെ വിവരണം ഇല്ലെങ്കിലും മുകളിൽ നിന്നുള്ള കാവ്യാലാപനം ഇല്ലെങ്കിലും അതിഗംഭീരമായിട്ട് മനസ്സിലാവും. ഓരോ തെർബിളിക്സും മനസ്സിലാക്കാൻ സാധിക്കും. അത് നന്നായി, വളരെ നന്നായി. ഇതിനകത്ത് ഒരു ചെറിയൊരു നമ്മുടെ രാമായണത്തിലെ ഒരു ചെറിയ കഥാപാത്രമാണ് അണ്ണാറക്കണ്ണൻ. അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അണ്ണാറക്കണ്ണൻ്റെ സന്തോഷവും അതിന് വരാനുള്ള നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു കാര്യമൊക്കെ അവിടെ ചെയ്ത് കാണിച്ചത്, അതായിരുന്നു അതിനകത്തൊരു വലിയൊരു രസകരമായ ഒരു പോയിന്റ്. ഓൾ ദി ബെസ്റ്റ്. രാമസേതു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൻ്റെ ഏറ്റവും പഴയ ഒരു തിരുശേഷിപ്പാണ്. സയൻസ് പോലുള്ള വിദേശ ചാനലുകളടക്കം അതിന് പ്രകൃതി നിർമ്മിതവും മനുഷ്യനിർമ്മിതവുമായ ഒരു തലമുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. രാമൻ വാസ് വെരി ഗ്രേസ്ഫുൾ, നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഡ്രസ്സിങ്, ഹൈലി പ്രൊഫഷണൽ. നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സർ 15 മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ 16 മാർക്ക്. ഡെഫിനറ്റ്ലി 60. മൊത്തം 47 മാർക്ക്. നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ പുതിയ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.